കോർപ്പറേഷന്റെ പുറത്ത് കൗൺസിലർമാർ സമരം നടത്തുകയാണ്. റിലേ സത്യാഗ്രഹമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ മര്യാദയ്ക്ക് ജനാധിപത്യപരമായി മാത്രം നടത്തിക്കൊണ്ടിരുന്ന സമരമാണ്. ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം 3 പ്രാവശ്യം കാപ്പ കേസിൽ പ്രതിയായ ഒരാൾ, 19 ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരാൾ, ഇപ്പോൾ അവസാനം കാപ്പ കേസ് ചുമത്തി അദ്ദേഹത്തിന് സുഗതനെ ഇവിടെ നിന്ന് വിയ്യൂർ ജയിലിലോട്ട് മാറ്റി ജയിലിലാണിപ്പോൾ. അങ്ങനെയുള്ള കാപ്പ കേസിലെ പ്രതി സത്യപ്രതിജ്ഞാ ലംഘനവും നടത്തിയിരിക്കുകയാണ്. അങ്ങനെയുള്ള കാപ്പ കേസ് പ്രതിയെ ഒരു കാരണവശാലും ഈ കൗൺസിലിൽ നിന്ന് ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല, പുറത്താക്കണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് ഞങ്ങൾ സമരം തുടങ്ങിയത്. വളരെ ജനാധിപത്യപരമായി നടത്തിയ സമരമാണ്. ആ സമരം ഒരു ദിവസം സാധാരണഗതിയിൽ നടത്താറുള്ളത് പോലെ മേയറുടെ ഓഫീസിന്റെ മുന്നിൽ അവിടെയും ജനാധിപത്യപരമായി മാത്രം അവിടെ നിന്ന് ഈ മീഡിയക്കാരും പോലീസും കണ്ടതാണ്. അങ്ങനെ വളരെ മര്യാദയ്ക്ക് നടത്തിക്കൊണ്ടിരുന്ന സമരം അതുവഴി യാത്രക്കാരും കൗൺസിലർമാരും ചെയർപേഴ്സന്മാരും എല്ലാവരും യഥേഷ്ടം കടന്നു പോകാനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് ഞങ്ങൾ അന്ന് ഈ സമരം നടത്തിയത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇതിനെക്കുറിച്ച് ഈ ജനാധിപത്യപരമായിട്ടുള്ള കാര്യങ്ങളെ എല്ലാം തന്നെ അതിനെ അവഗണിക്കുന്ന, അതെല്ലാം തന്നെ മാന്യമായി കാണാത്ത ഇവിടുത്തെ മേയറും കൗൺസിലർമാരും അവർ ബോധപൂർവം കരുക്കൾ നീക്കി ഒരുമിച്ച് കടന്നു വന്ന് വലിയ ശക്തിയോടുകൂടി അവിടെ തള്ളിയിടുകയും അവരെ പുറത്ത് താണ്ഡവ നൃത്തമാടുകയും ചെയ്തു. അതെല്ലാം തന്നെ ഈ വീഡിയോ ക്ലിപ്പിംഗ്സിലുണ്ട്. അതിൽ നിരവധി ആളുകൾക്ക് പരിക്കേറ്റു. അതിൽ പ്രധാനമായി പരിക്കേറ്റ ആളുകളാണ് ഇതാ കാട്ടായിക്കോണത്തെ കൗൺസിലർ ശ്രീമതി സിന്ധു ശശി, അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജ് കൗൺസിലർ എസ് സിന്ധു, വീണ, അണമുഖത്തെ കൗൺസിലർ വീണ, അങ്ങനെ 3 പേർക്ക് ഗുരുതരമായ പരിക്ക്. അവർ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. പക്ഷേ ഇന്ന് കൗൺസിൽ യോഗമുള്ളത് കൊണ്ട് അവർ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ആംബുലൻസിൽ സ്ട്രക്ചറിൽ കൊണ്ടുവന്ന് അവിടുന്ന് വീൽ ചെയറിലാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്നിതാ നോക്കണം, ഒരു ദിവസം മുഴുവൻ ഇരുന്നാൽ തീരാത്ത വിധത്തിലുള്ള അജണ്ടകളുമായി വന്നിരിക്കുന്നു. ബോധപൂർവം കൗൺസിൽ നടത്തരുത് എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇന്ന് മേയറും കൗൺസിലർ BJP പക്ഷവും നേരിട്ട് ഇടപെട്ടിരിക്കുന്നത്. ഇവരെ ഗുരുതരമായ ഈ പരിക്കുകൾ പറ്റിയ അവരെ ഒന്ന് കാണാനോ ആശ്വസിപ്പിക്കാനോ പോലും ശ്രമിക്കാതെ അവിടെ നിന്ന് എണീച്ച് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ സമരം പിന്നെയും ദീർഘനാൾ നീളും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സുഗതനെ പുറത്താക്കുന്നത് വരെ ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകും.